നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അച്ഛാ നിന്നത്? നമുക്ക് പോവാം. പോവാം മോനെ. അഞ്ജലി ഇതുവരെ വന്നില്ലല്ലോ. ശരിയാണല്ലോ. ഈ അമ്മ എവിടെ പോയതാ ഇത്? ഹായ് പ്രസാദ്. എന്താ പ്രസാദ് ഇവിടെ നിൽക്കുന്നേ? നമസ്കാരം സർ. നമസ്കാരം. എന്തായാലും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും. അറ്റ് ലാസ്റ്റ് താൻ അഞ്ജലിയെ വിവാഹം കഴിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും സ്വയം തീരുമാനിച്ചിട്ടാണെങ്കിലും അതൊരു നല്ല കാര്യമായി എന്നാണ് എന്റെ അഭിപ്രായം. അയ്യോ സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോഴും ബാച്ചിലറാണ്. കല്യാണം കഴിച്ചിട്ടില്ല സർ. ഓഹോ, പിന്നെ ഏത് കണക്കിലാണ് താൻ ഇയാളുടെ ഫാദറായി ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ വന്നത്? അത് അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് സർ. ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ വന്നില്ലെങ്കിൽ നാളെ മുതൽ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനും അവന്റെ സന്തോഷത്തിനും വേണ്ടിയാ ഞാൻ വന്നതും ഈ വേഷം കെട്ടിയതും. അതാണ് സർ സത്യം. അതേതായാലും നന്നായി. തനിക്ക് വലിയൊരു മനസ്സുണ്ടെന്ന് താൻ തെളിയിച്ചിരിക്കുക. ദേ, അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണം. അതിലൂടെ ഈ കുട്ടിക്ക് ഒരച്ഛനുണ്ടാവുക മാത്രമല്ല, നിങ്ങൾ രണ്ടുപേർക്കും ജീവിത പുരോഗതിയും സന്തോഷവും കൂടി ഉണ്ടാവും. ഒരു മുതിർന്ന സഹോദരൻ പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ വർമ്മ സാറിനോട് യാത്ര പറഞ്ഞിട്ട് വരാം. നീ വണ്ടിയിലിരിക്കാം. ആരോ നോക്ക. ഹലോ വർമ്മ സാർ. ഇത് ഷാഫിയാണല്ലോ. ആ കൊച്ചുവക്കീലിനെ നിരീക്ഷിച്ചതിന്റെ വിശേഷം പറയാനായിരിക്കും. അങ്ങനെ മേഘനാഥനെന്ന് കേട്ട് സൂഹിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ സർ. ആയിക്കോട്ടെ. മേഘൻ ഞങ്ങൾ കണ്ടായിരുന്നു. അയാളുടെ മെസ്സേജ് ആണല്ലോ. ദൈവമേ, ആ കുട്ടി ഇത് മേഘനാഥന്റെ അടുത്തേക്കാണല്ലോ ചെല്ലുന്നത്. ആളിന് ഉടനെ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. സാർ, സാറേ ഒരു മിനിറ്റ് സാർ. എക്സ്ക്യൂസ് മീ. കാരി ഓൺ. സാറേ, വേണുവക്കീലിനെ വാച്ചിനെ ഏൽപ്പിച്ചിരുന്ന ആളാ വിളിച്ചിരുന്നത്. അയാൾ റോഡിൽ ഒന്ന് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അങ്ങോട്ട് ചെല്ലണം സാർ. എന്തോ ഇമ്പോർട്ടന്റ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരി, നമുക്ക് പോവാം. വർമ്മ സാർ. ഓക്കെ പ്രസാദേ, ഇനിയും കാണാൻ കേട്ടോ. ഓക്കെ മോനെ. അച്ചു. പ്രസാദ് പോരാ. ശരി സർ. അപ്പൊ ശരി വന്നു സാർ. ഞാനിന്ന് ഈ അച്ഛനെ പറ്റി സ്റ്റേജിൽ പ്രസംഗിക്കുകയും ചെയ്തല്ലോ. വെരി ഗുഡ്. എന്നാ പിന്നെ അച്ചൂട്ടമ്മ ഓടി തളർന്നു വന്നല്ലേ, കൈയും കാലും മുഖവും കഴുകി ചായയും പലഹാരം കഴിക്കാം. ബാ വന്നേ. തുളസി, ചായ എടുക്ക്.
താങ്ക് യു പ്രസാദേട്ട, താങ്ക് യു വെരി മച്ച്. എന്റെ അച്ഛൻ മനസ്സുകൊണ്ട് എത്രമാത്രം വേദനിച്ചിരുന്നു എന്ന് ഇപ്പോഴാ ഞാൻ പോലും മനസ്സിലാക്കുന്നത്. അവൻ ഈ സന്തോഷം കൊടുത്തതിന് ഞങ്ങളെല്ലാം പ്രസാദേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ചൂട്ടിനെ ഇന്ന് ഹീറോ ആക്കിയത് പ്രസാദേട്ടനാണ്. അയ്യോ എന്താ അഞ്ജലി ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മളൊന്നും അന്യരല്ലല്ലോ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരും ഒരേ മനസ്സോടെ ജീവിക്കുന്നവരുമാണല്ലോ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അച്ചൂട്ടൻ പറഞ്ഞത് അവൻ അച്ഛന്റെ കരുതൽ കിട്ടിയെന്നാണ്, അതിന്റെ സന്തോഷം കിട്ടിയെന്നുമാണ്. എനിക്കും സന്തോഷമാണ് ഉണ്ടായത്. അച്ചൂട്ടനെ പോലെ മിടുക്കനായ ഒരു കുട്ടിയുടെ അച്ഛനായി അവിടെ ഇരുന്നപ്പോ എനിക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനം ഉണ്ടായത്. സത്യ, തൽക്കാലം അഞ്ജലി ഇവിടെ നിന്ന് സെന്റി അടിക്കാതെ എന്നെ അകത്തേക്ക് ക്ഷണിച്ച ഒരു ഗ്ലാസ് ചായ തരൂ പ്ലീസ്. അയ്യോ, അത് മറന്നു. സോറി സോറി സോറി. അച്ചൂട്ടന്റെ അച്ഛൻ വന്നേ, ചായ കുടിക്കാം. ദാ. ഇങ്ങനെ അച്ചൂട്ടനും മറ്റെല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോ ഞാൻ മറ്റൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, അമ്മ ഇവൻസിന്റെ കാര്യമാണ്. അമ്മ ഇവൻസിന് ഇപ്പോ ഒരേ ഒരു പാർട്ണറേ ഉള്ളൂ, ഞാൻ മാത്രം. എന്റെ അനുജന്മാര് അതിൽ സഹകരിക്കുന്നുണ്ട്, പക്ഷെ പാർട്ട്നേഴ്സ് അല്ലല്ലോ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരാളെ കൂടി പാർട്ണറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ അഞ്ജലിയ. അഞ്ജലി കൂടി അമ്മ ഇവൻസിന്റെ പാർട്ണറാക്കാനാണ് എന്റെ തീരുമാനം. താങ്ക് യു പ്രസാദേട്ട, താങ്ക് യു വെരി മച്ച്. ആ പിന്നെ കാർത്തിക പൗർണമിയാണ് ഈ വരുന്നത്. അന്നാണ് അച്ചൂട്ടന്റെ ബർത്ത്ഡേ. ആഹാ. അന്ന് പ്രസാദേട്ടനും അനുജന്മാരും പുഷ്പൻ ചേട്ടനും കൂടി ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെന്താ, വരാലോ. ഈ വർഷത്തെ അച്ചൂട്ടന്റെ ബർത്ത്ഡേ കേക്ക് എന്റെ വകയാ. ജന്മനാളിന് രാവിലെ ഞാൻ കേക്കുമായിട്ട് വരുന്നതായിരിക്കും. അതെ, ഏതെങ്കിലും ഒരു കേക്ക് പോരാ, നല്ല കേക്ക് വേണം വാങ്ങിക്കാൻ. നല്ല ഭംഗിയുള്ള, രുചിയുള്ള, മണമുള്ള, എന്റെ പേര് എഴുതിയ ഒരു കേക്ക്. എന്നാ അച്ചൂട്ട ഒരു കാര്യം ചെയ്യും, കേക്ക് ഷോപ്പിൽ പോയി നമുക്കതിനൊരു കേക്ക് സെലക്ട് ചെയ്താലോ? എന്തു പറയുന്നു? ഓക്കേ, ഡൺ. ശരി, എന്നാ ഒരുങ്ങിയിരുന്നോ, ഞാൻ വരും. നമുക്ക് കേക്ക് കടയിൽ പോയി കേക്ക് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. ഓക്കെ ഓക്കേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങണേ. എല്ലാവർക്കും ബൈ. അച്ഛാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.